690 രൂപ മുടക്കി നിങ്ങൾ ഒരു പുതിയ ചെരുപ്പ് വാങ്ങുന്നു. ആ ചെരുപ്പ് നായ കടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് സാധാരണ ചെയ്യുക? അത് നന്നാക്കാൻ പറ്റുമോ എന്ന ഒരു പരിശ്രമം നടത്തും. ഇല്ലെങ്കിൽ പോട്ടെ എന്ന് വെച്ച് പുതിയ ചെരുപ്പ് വാങ്ങും. പക്ഷേ പാലക്കാട്ടെ ബോബൻ മാട്ടുമന്ത ചെയ്തത് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. ഇതാണ് ബോബൻ മാട്ടുമന്തയുടെ പഴയ ചെരുപ്പ്. വാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ നായ കടിക്കുന്നു. 6 മാസം മുൻപാണ് ഈ സംഭവം. ഇതിന് പകരമായി ലഭിച്ചത് ഈ ഉപഭോക്തൃ കോടതിയിൽ നിന്ന് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചത് ഈ പുതിയ ചെരുപ്പ് മാത്രമല്ല 5000 രൂപ കൂടിയാണ്. ബോബൻ മാട്ടുമന്ത എന്നോടൊപ്പം ഉണ്ട്. ഇതിൻ്റെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് നയിച്ചത് എന്താണ്? ഇത് ഒരു ഉൽപ്പന്നത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഉപഭോക്താവും അതുപോലെ തന്നെ ഉൽപ്പന്നദാതാവും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് സാധനം പർച്ചേസ് ചെയ്യുമ്പോഴും ആ ബോക്സിന് മുകളിൽ ഫോർ എൻക്വയറി കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞ് നമ്പറുകൾ പ്രദർശിപ്പിക്കാറുണ്ട്. ആ നമ്പറുകൾ പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിൽപ്പനാനന്തര സേവനം നൽകുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കമ്പനികൾ ആ നമ്പർ പ്രദർശിപ്പിക്കുന്നത്. അതുപോലെ ഒരു ഉപഭോക്താവിൻ്റെ അവകാശമാണ് വിൽപ്പനാനന്തര സേവനം ലഭ്യമാവുക എന്നത്. ഈ വിഷയത്തിൽ ഈ ചെരുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എനിക്ക് വിൽപ്പനാനന്തര സേവനം നൽകുന്ന കാര്യത്തിൽ നിന്നും കമ്പനി പുറകോട്ട് പോയി. അത് ചോദ്യം ചെയ്താണ് ഞാൻ കോടതിയെ സമീപിക്കുന്നത്. കാരണം ഞാൻ ചെരുപ്പ് വാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ പട്ടി കടിച്ച് ചെരുപ്പിൻ്റെ വള്ളി പൊട്ടുന്നു. ഞാൻ വാങ്ങിയ കടയിൽ പോകുന്നു, ചെരുപ്പ് നന്നാക്കാനുള്ള മാർഗം ചോദിക്കുന്നു. അവർ ചെരുപ്പ് നന്നാക്കുന്ന 2 ആളുകളുടെ വിലാസം തരുന്നു. ഞാൻ അവരെ സമീപിക്കുന്നു. അപ്പോൾ അവിടെ മെറ്റീരിയൽ അവൈലബിൾ ആവുകയാണെങ്കിൽ നന്നാക്കി തരാമെന്ന് പറയുന്നു. കമ്പനിയുമായി ബന്ധപ്പെടുന്നു. കമ്പനി ആ മെറ്റീരിയലുകൾ അങ്ങനെ നൽകാനുള്ള പ്രൊവിഷൻ ഇല്ല എന്ന് പറഞ്ഞ് ഒരു നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചത്. അവിടെ ഉപഭോക്താവായ ഞാൻ കബളിക്കപ്പെട്ടു, അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ അവരുടെ ഉൽപ്പന്നത്തിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടമായി എന്നതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഞാൻ കൺസ്യൂമർ കോടതിയെ സമീപിക്കുന്നത്. കൺസ്യൂമർ കോടതി അത് മധ്യസ്ഥ ചർച്ചകൾക്ക് വിടുന്നു. ആദ്യത്തെ ചർച്ചയിൽ കമ്പനി തയ്യാറായിരുന്നില്ല എൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ. 2ാമത് വട്ടം നടത്തിയ ചർച്ചയിലാണ് കമ്പനി എൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായത്. അതിനെ തുടർന്നാണ് ഞാൻ കേസ് അവസാനിപ്പിക്കുന്നതിന്. അതായത് ഈ നഷ്ടപരിഹാരമായി 5000 രൂപയും പുതിയ ചെരുപ്പും നൽകി അല്ലേ? അതെ, എൻ്റെ ആവശ്യം അതായിരുന്നു. ആ നഷ്ടപരിഹാരമായ 5000 രൂപയും പുതിയ ഒരു ജോഡി ചെരുപ്പും എന്നതായിരുന്നു ഞാൻ മുന്നോട്ട് വെച്ചത്. ആ ആവശ്യം കമ്പനി അംഗീകരിക്കാൻ തയ്യാറായതോടുകൂടിയാണ് ഞാൻ കേസിൽ നിന്നും ഒഴിവാകാൻ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഈ സാധാരണ നമ്മൾ വില കൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങൾ ഇതിൻ്റെയൊക്കെയാണ് ഒരു വിൽപ്പനാനന്തര സേവനം, അത് സർവീസ് ലഭിക്കുകയുള്ളൂ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഒരു ചെരുപ്പ് പോലെ ഉള്ള ഒരു വസ്തുവിനും ഇത് ലഭിക്കുമെന്ന് മനസ്സിലാക്കി താങ്കൾ കോടതിയെ സമീപിക്കുന്നു. ബാക്കിയുള്ള കോടതിയിൽ നിന്നുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇത് ചെരുപ്പ് ഉൾപ്പെടെ ഏത് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോഴും വില കൂടിയതായാലും വില കുറഞ്ഞതായാലും അവിടെ പ്രൊഡക്റ്റിൻ്റെ മൂല്യമല്ല നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മളൊരു ഉപഭോക്താവാണെന്നുള്ള ചിന്തയാണ് എന്നെ എപ്പോഴും മുന്നോട്ട് നയിക്കാറുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കൺസ്യൂമർ കോടതിയിൽ പോകുന്നത്. കാരണം ഈ ബോക്സിന് മുകളിൽ, കാരണം കൺസ്യൂമർക്ക് അവർ അർഹമായ സേവനം നൽകുന്നില്ല എങ്കിൽ ആ ബോക്സിന് മുകളിൽ തന്നെ അവർക്ക് മാർക്ക് ചെയ്യാം. കാരണം ഇത് യൂസ് ആൻഡ് ത്രോ പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്സുകൾ, ഇതിൻ്റെ ഭാഗങ്ങൾ അവൈലബിൾ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ മെറ്റീരിയൽ തിരഞ്ഞെടുക്കില്ല, അല്ലെങ്കിൽ ആ ഉൽപ്പന്നം നമ്മൾ ബഹിഷ്കരിക്കാൻ തയ്യാറാകും. കാരണം നമ്മൾ പല ഉൽപ്പന്നങ്ങളും വാങ്ങുന്നത് അത് കേട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നേരെയാക്കി എടുക്കാമെന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. ഇവിടെ അതല്ലാത്ത ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതാണ് ഈ യൂസ് ആൻഡ് ത്രോ ഉൽപ്പന്നങ്ങൾ. ഇവിടെ ഈ കമ്പനി അതിൽ യൂസ് ആൻഡ് ത്രോ എന്നോ ഇതിൻ്റെ ഭാഗങ്ങൾ അവൈലബിൾ അല്ലെന്നോ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു സാധ്യതയാണ് ഞാൻ കോടതിയിൽ ചോദ്യം ചെയ്ത് എൻ്റെ ഹർജിയിൽ ഞാൻ ആവശ്യപ്പെട്ടതും. ആ കമ്പനി അങ്ങനെയാണെങ്കിൽ അത് അവരുടെ ബോക്സിൽ തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം ഇത് യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ ആണെന്ന് കമ്പനി അതിൽ രേഖപ്പെടുത്തുകയും ഇതിൻ്റെ പാർട്സുകൾ, ഇതിൻ്റെ ഭാഗങ്ങൾ അവൈലബിൾ അല്ല എന്നും രേഖപ്പെടുത്തേണ്ടതായിരുന്നു. ഇവിടെ രേഖപ്പെടുത്താത്ത കാലത്തോളം എൻ്റെ റൈറ്റാണ് വിൽപ്പനാനന്തര സേവനം ലഭിക്കുക എന്നത്. അത് ചോദ്യം ചെയ്താണ് ഞാൻ കോടതിയിൽ പോയത്. ഈ ബോബൻ മാട്ടുമന്തയുടെ നിയമ പോരാട്ടം ഓരോ കമ്പനികൾക്കും ഉപഭോക്താക്കൾക്കും കൂടി ഒരു പാഠമാണ്. ഈ സാധനത്തിൻ്റെ മൂല്യമോ അതിൻ്റെ വലിപ്പമോ അല്ല ഈ വിൽപ്പനാനന്തര സേവനത്തിൻ്റെ മാനദണ്ഡം. അത് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ലഭിക്കും എന്നത് കൂടിയാണ് ഇതിലൂടെ തെളിയുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.